ഗൗതം, ഇപ്പോൾ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ ജനം പുറത്തുവിട്ടത് ഈ കലാപകാരികളുടെ തനിനിറം പുറത്ത് ആവുന്ന ഒരു വലിയ വാർത്തയാണ്. കലാപകാരികളുടെ ലക്ഷ്യം നീറ്റോ അതുമായി ബന്ധപ്പെട്ട ഇടപെടലുകളോ പരിഹാരമോ അല്ല. അവരുടെ യഥാർത്ഥ ലക്ഷ്യം നരേന്ദ്രമോദിയാണ്. രാജ്യത്ത് വൻ കലാപത്തിന് പദ്ധതിയിടുകയാണ് ഈ ചില ദേശവിരുദ്ധ ശക്തികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പാർട്ടിയെ മുൻനിർത്തി ചില ആളുകൾ. 2026 തന്നെ മോദിയെ താഴെ ഇറക്കണം എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ ആവശ്യമായി നിൽക്കുന്നത്. 2007 പോകാനുള്ള ഒരു 2029 വരെയൊക്കെ കാത്തിരിക്കാനുള്ള ഒരു ക്ഷമയൊന്നുമില്ല. 2026 തന്നെ മോദിയെ താഴെ ഇറക്കണം എന്നാണ് ഈ കലാപകാരികളുടെയൊക്കെ ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ് ഏറ്റവും പുതിയതായി ജനം TV പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ചേച്ചി, ഇത് നരേന്ദ്രമോദിജിയെ താഴെ ഇറക്കണം എന്ന് നമ്മൾ പറയുന്ന സമയത്ത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതല്ല, അതിനും അപ്പുറത്താണ്. അവരുടെ സങ്കല്പത്തിലുള്ള രാജ്യം നിലവിൽ വരണമെങ്കിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടം അതിന് തടസ്സമാവുകയാണ്. അപ്പം ലക്ഷ്യം അതിലും അപ്പുറത്താണ്, അതിക്കും മേലെയാണ്. ഇസ്ലാമിക രാജ്യ സങ്കല്പത്തിനൊക്കെ തടസ്സം അമിത്ഷായും നരേന്ദ്രമോദിജിയൊക്കെ ആണല്ലോ. അപ്പൊ അതാണ് പ്രശ്നം. അല്ലാതെ മോദിജിയോട് വ്യക്തിപരമായി ഇവർക്കുള്ള പ്രശ്നമൊന്നും അല്ല. ഇവരുടെ രാഷ്ട്ര സങ്കല്പത്തിനും അല്ലെ ഇവർ സ്വപ്നം കാണുന്ന ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും ഒക്കെ ഇവിടെ ഉണ്ടാവാത്തത് ഇവിടെ അമിത്ഷായും യോഗി ആദിത്യനാഥും ആദരണീയനായ മോദിജിയും ഒക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാണ്, BJP ഉള്ളത് കൊണ്ടാണ്, സംഘപ്രസ്ഥാനങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഈ സിസ്റ്റത്തിലെ നമ്മുടെ സംഘടനാ സംവിധാനത്തെ അല്ലെങ്കിൽ ഇപ്പം ദേശീയ തലത്തിൽ അധികാരത്തിൽ ഇരിക്കുന്ന BJPക്കൊക്കെ എതിരെ ഇവർ തിരിയുന്നത്. കാരണം ഇവരുടെ മാർഗത്തെ തടസ്സപ്പെടുത്തുന്നത് BJPയും ഇവിടുത്തെ ദേശീയ പ്രസ്ഥാനങ്ങളും ഒക്കെ ആണ് എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉമർ ഖാലിദിനെ പുറത്തുവിടണം എന്നതാണ് ഈ കലാപകാരികളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്നത്. അപ്പം ഇവര് നീറ്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നീറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നീറ്റാക്കാൻ വേണ്ടിയിട്ടല്ല ഇവർ സമരം ചെയ്യുന്നത് എന്നത് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ജന്തർ മന്ദിറിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും വരുന്ന ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. ഇപ്പം നീറ്റിന് എതിരെയുള്ള അല്ലെങ്കിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട സമരത്തിൽ എന്തിനാണ് ഔറംഗസേബിൻ്റെ പടം ഉപയോഗിക്കുന്നത് എന്ന ചോദ്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉയരുന്നുണ്ട്. കാരണം ഈ വിഷയവും ഔറംഗസേബ് എന്ന് പറയുന്ന ഒരു മുൻപ് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന ഒരു അധിനിവേശക്കാരനും തമ്മിൽ ഒരു ബന്ധവുമില്ല. അയാൾ ഇവിടെ വന്ന് കുറേ അമ്പലങ്ങൾ തകർത്തു, കുറേ ഹിന്ദു സമൂഹത്തിൽപ്പെടുന്ന ആളുകളെ കൊന്നു തള്ളി എന്നതിനപ്പുറത്തേക്ക് അയാൾക്ക് ഇതുമായിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അയാളെ ഒന്ന് അനുസ്മരിക്കേണ്ട കാര്യം പോലും ഇല്ല. അപ്പം ഔറംഗസേബിൻ്റെ പടമൊക്കെ ആയിട്ടാണ് ഈ ജന്തർ മന്ദിറിൽ ഇവർ സമരം ചെയ്യുന്നത്. അപ്പോൾ കാര്യങ്ങൾ അങ്ങോട്ടാണെന്ന് അതിലൂടെ വ്യക്തമാകും. ഭാരതത്തിൻ്റെ സൈന്യത്തെ അധിക്ഷേപിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ കണ്ടു. ഇതെല്ലാം കടന്നിട്ടാണ് ഇപ്പോൾ ഉമർ ഖാലിദിനെ പുറത്തുവിടണമെന്ന ആവശ്യം CJP മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം ആരാണ് ഉമർ ഖാലിദ് എന്നത് കൂടി വളരെ പെട്ടെന്ന് പ്രേക്ഷകരെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താം. ഉമർ ഖാലിദ് കുപ്രസിദ്ധി ആർജിക്കുന്നത് ആദ്യം JNUവിൽ നടന്ന ഒരു പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്തായിരുന്നു പരിപാടി? ഭാരതത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന നമ്മുടെ പാർലമെന്റ് ആക്രമിച്ച കേസിൻ്റെ പ്രധാനപ്പെട്ട പ്രതി, പിന്നീട് രാജ്യം തൂക്കിക്കൊന്ന അഫ്സൽ ഗുരു എന്ന് പറയുന്ന കൊടും ഭീകരന്റെ പേരിൽ അനുസ്മരണം JNU ക്യാമ്പസിൽ സംഘടിപ്പിച്ച വ്യക്തിയാണ് ഉമർ ഖാലിദ് എന്ന് പറയുന്നത്. ഉമർ ഖാലിദിൻ്റെ അച്ഛൻ പഴയ സിമിയുടെ നേതാവായിരുന്നു. അച്ഛൻ്റെ മാർഗം തന്നെ, അച്ഛൻ തീവ്രവാദിയായിരുന്നെങ്കിൽ മകനും തീവ്രവാദിയായി പ്രവർത്തിച്ചു. രാജ്യദ്രോഹിയാണ് ഉമർ ഖാലിദ്. JNU ക്യാമ്പസിനകത്ത് ഇയാൾ വിളിച്ച മുദ്രാവാക്യം നമ്മുടെ രാഷ്ട്രം പല കഷ്ണങ്ങളായി തകർന്നു പോകട്ടെ എന്നതാണ്. ജമ്മു കാശ്മീരിനെ പാകിസ്ഥാന്റെ ഭാഗമാക്കണം എന്ന് മുദ്രാവാക്യം വിളിച്ചവനാണ്. കൊടും തീവ്രവാദിയാണ് ഉമർ ഖാലിദ്. ആ ഉമർ ഖാലിദ് JNU സെഡിയേഷൻ കേസുമായി ബന്ധപ്പെട്ട് കുപ്രസിദ്ധി ആർജിച്ചു. അതിനുശേഷം ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് 2020 ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, CAAയുടെ മറവിൽ നടന്ന കലാപത്തിൽ നിരവധി ഹിന്ദു സമൂഹത്തിൽപ്പെടുന്നവരെ ഡൽഹിയിൽ ഇസ്ലാമിസ്റ്റുകൾ കൊന്നുതള്ളുകയും പിന്നീട് ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ട ഈ കലാപകാരികളെ പ്രതിരോധിക്കുകയും ഒക്കെ ചെയ്തതാണല്ലോ ഡൽഹി കലാപത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. ആ ഡൽഹി കലാപത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആസൂത്രകൻ എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയ വ്യക്തിയാണ് ഉമർ ഖാലിദ് എന്ന് പറയുന്നത്. അപ്പോൾ JNU രാജ്യവിരുദ്ധ കേസ് മാത്രമല്ല, 2020 രാജ്യത്തെ ഞെട്ടിച്ച ഡൽഹിയിൽ ഹിന്ദുക്കളെ കൂട്ടക്കുരുതി ചെയ്ത കേസിലെ പ്രധാന സംഘാടകനാണ് കലാപത്തിൻ്റെ എന്ന് ഭാരതത്തിൻ്റെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി അയാളെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. നമ്മുടെ കോടതികളൊന്നും ഇയാൾക്ക് ബെയിൽ നൽകുന്നില്ല. അബ്ദുൽ നാസർ മദനിയെ പോലെ പറയുന്നത് ഉമർ ഖാലിദിനെ വെറുതെ വിടുന്നില്ല എന്ന് ഇവർ പറയുന്ന കേട്ടാൽ തോന്നും BJPയോ കേന്ദ്ര സർക്കാരോ പിടിച്ച് ജയിലിനകത്തിട്ടേക്കുവാണ്. ഇയാൾക്ക് ജാമ്യം കൊടുക്കണ്ടേ? കോടതിയല്ലേ ജാമ്യം കൊടുക്കേണ്ടത്? നരേന്ദ്രമോദിയാണോ ജാമ്യം കൊടുക്കേണ്ടത്?
അബ്ദുൽ നാസർ മദനിയുടെ കാര്യം ഇതുപോലെ. ഇവിടെ കിടന്ന് കുറെ പേര് തൊണ്ട കീറുകയാണ്. BJP ആണോ അബ്ദുൽ നാസർ മദനിയെ ജയിലിലിട്ടേക്കുന്നത്? അയാൾക്ക് ബെയിൽ കൊടുക്കേണ്ടത് കോടതിയല്ലേ? കോടതി കൊടുക്കുന്നില്ല. കാരണം ഇവരൊക്കെ പുറത്തിറങ്ങിയാൽ പ്രമേയം പാസാക്കുകയും ചെയ്തു. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയം. മദനിയെ പറ്റി കോടതി സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതാണ് ഇയാൾ പുറത്തിറങ്ങുന്ന അപകടമാണെന്ന്. അതേപോലത്തെ വേറൊരു കക്ഷിയാണ് ഉമർ ഖാലിദ്. അപ്പോൾ ബെയിൽ കൊടുക്കുന്നില്ല, അതുകൊണ്ട് അയാൾ അകത്ത് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിയെ പുറത്തിറക്കണം, അയാളെ വെറുതെ വിടണമെന്ന് CJP-ക്കാർ പറയുന്നുണ്ടെങ്കിൽ ഇത് ദിശ മാറിയുള്ള ഒരു സമര രീതിയാണ്. ഇവര് ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഒക്കെ നമ്മൾ കണ്ട വലിയ ഭീകരാന്തരീക്ഷം ഈ രാജ്യത്ത് സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ ഭരണം അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടവരാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കേന്ദ്ര സർക്കാർ പോലുമല്ല ഇവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇത് 2047 ഈ രാജ്യത്തെ ഇസ്ലാമികവൽക്കരിക്കുകയോ അതല്ലെങ്കിൽ ഇവിടെ ഒരു ഖാലിസ്ഥാൻ സ്വഭാവമുള്ള രാഷ്ട്രം സ്ഥാപിക്കുകയോ ഇതൊരു തീവ്ര ഇടതുപക്ഷ സ്വഭാവമുള്ള ചൈന പോലെ ഒരു രാജ്യമാകുമെന്ന് സ്വപ്നം കാണുന്നവരും ഒക്കെയാണ് ഈ സമരത്തിന് പിന്നിൽ എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ ഭാരതത്തിൻ്റെ പൊതുസമൂഹത്തിനുണ്ട്. ഇത് നീറ്റോ അല്ലെങ്കിൽ അടുത്ത കാലത്തുണ്ടായ പരീക്ഷാ ചോർച്ചയോ അതിനെതിരെയുള്ള പ്രതിഷേധമോ ഒന്നുമല്ല. കാര്യങ്ങൾ വ്യക്തമായിരിക്കുകയാണ്.